السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفر ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. وما ينطق عن الهوى إن هو إلا وحي يوحى. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أيها الناس أوصيكم عباد الله أولا بتقوى الله. സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്കവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളുടെ അടയാളങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ തുടങ്ങി വെച്ചത്. 4 കാര്യങ്ങൾ നിങ്ങളിലുണ്ടായാൽ നിങ്ങൾ വിശ്വാസികളാകുമെന്ന് ഉലമാക്കൾ നമ്മളെ പഠിപ്പിച്ചു തരികയുണ്ടായി. അതിലൊന്ന് ഇൽമാണ്, അറിവാണ്. ആ അറിവ് പ്രധാനമായും മഅരിഫത്തുല്ലാഹ്, അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവുമായി ബന്ധപ്പെട്ട് ആരാണ് റബ്ബ് എന്നും എന്തിനാണ് റബ്ബിനെ കുറിച്ചുള്ള അറിവ് നമ്മൾ നേടുന്നത് എന്നും റബ്ബിനെ കുറിച്ചുള്ള അറിവ് നമുക്ക് സമ്മാനിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നേട്ടങ്ങൾ എന്താണ് എന്നുമെല്ലാം കഴിഞ്ഞ ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഇനി അതിലെ രണ്ടാമത്തേതാണ് മഅരിഫത്തു നബിയിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള അറിവ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയാത്ത, മനസ്സിലാക്കാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് വിശ്വാസിയാകാൻ സാധ്യമല്ല എന്നുള്ളതാണ്. കാരണം പ്രവാചകനെ കുറിച്ചുള്ള വ്യക്തമായ അറിവുണ്ടെങ്കിലേ അവൻ വിശ്വാസിയാവുകയുള്ളൂ. നമുക്കറിയാം, ഷഹാദത്ത് കലിമ അത് മനസ്സിലാക്കി ഉരുവിട്ട് അത് അംഗീകരിച്ചതനുസരിച്ച് ജീവിക്കുമ്പോഴാണ് ഒരാൾ മുസ്ലിമായി മാറുന്നത്. ആ ഷഹാദത്ത് കലിമയിൽ രണ്ടാമത്തെ ഭാഗം മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും. ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ. ഇസ്ലാം 5 കാര്യങ്ങളിൽ മേലാണ് സ്ഥാപിതമായിട്ടുള്ളത്. 5 തൂണുമേലാണ് ഇസ്ലാം ഉള്ളത്. അതിലൊന്നാമത്തേത് ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഷഹാദത്താണ്, സാക്ഷ്യം വഹിക്കലാണ്. എന്ത് സാക്ഷ്യം വഹിക്കൽ? അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി യഥാർത്ഥത്തിൽ ഒരാളുമില്ല എന്ന്. മഅരിഫത്തുല്ലാഹ്, അതാണ് മഅരിഫത്തുല്ലാഹ്, അല്ലാഹുവിനെ കുറിച്ച് അറിയൽ. അല്ലാതെ ആരാധനക്കർഹനായി ഒരാളുമില്ല എന്ന് സാക്ഷ്യപ്പെടുത്തൽ. രണ്ടാമത്തത് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന് സാക്ഷ്യപ്പെടുത്തലാണ്.
ഇത് സാക്ഷ്യപ്പെടുത്തുക എന്ന് പറയുമ്പോൾ കേവലം അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയൽ മാത്രമല്ല, അത് മനസ്സിലാക്കി അതിൻ്റെ പൊരുളറിഞ്ഞ് അത് അംഗീകരിച്ച് അതനുസരിച്ച് ജീവിക്കുമ്പോഴാണ് ആ സാക്ഷ്യവചനം യഥാർത്ഥത്തിൽ അവൻ്റെ ജീവിതത്തിൽ കൃത്യമായി അവൻ പുലർത്തുന്നുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പ്രവാചകനിൽ വിശ്വസിക്കുകയും പ്രവാചകൻ പറയുന്നത് അംഗീകരിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും വേണം. അല്ലാത്തവൻ വിശ്വാസിയല്ല എന്നുള്ളതാണ്. അങ്ങനെ പ്രവാചകൻ അംഗീകരിക്കാത്ത വിശ്വസിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സങ്കേതമെന്ന് പറയുന്നത് നരകമാണ്. വിശുദ്ധ ഖുർആൻ 48-ാം അധ്യായം സൂറത്തു ഫത്ഹിലെ 13-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, വമൻ ലം യുഅ്മിൻ ബില്ലാഹി വറസൂലിഹി ഫഇന്നാ അഅ്തദ്നാ ലിൽകാഫിരീന സഈറ. വമൻ ലം യുഅ്മിൻ ബില്ലാഹ്, ആരെങ്കിലും വിശ്വസിച്ചിട്ടില്ല എങ്കിൽ, ആരിൽ? ബില്ലാഹി അല്ലാഹുവിൽ, വറസൂലിഹി അവൻ്റെ പ്രവാചകനിൽ. അപ്പോൾ അല്ലാഹുവിലും അവൻ്റെ പ്രവാചകനിലും ആരെങ്കിലും വിശ്വസിച്ചിട്ടില്ല എങ്കിൽ ഫഇന്നാ അഅ്തദ്നാ ലിൽകാഫിരീന സഈറ, അത്തരം അവിശ്വാസികൾക്ക്, കാഫിരീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കത്തിജ്വലിക്കുന്ന നരകം ഒരുക്കി വച്ചിരിക്കുന്നു എന്ന്. അപ്പോൾ അല്ലാഹുവിൽ വിശ്വസിക്കണം, അല്ലാഹുവിൻ്റെ പ്രവാചകനിൽ വിശ്വസിക്കണം. ഈ രണ്ട് വിശ്വാസവും ഇല്ലാത്ത പക്ഷം അവനെ കാത്തിരിക്കുന്നത് നരകമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. എന്നാൽ വിശ്വസിക്കുന്ന, അംഗീകരിക്കുന്ന, അനുസരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന് സ്വർഗമാണ്. വിശുദ്ധ ഖുർആൻ 33-ാം അധ്യായം സൂറത്തു അഹ്സാബിലെ 71-ാമത്തെ വചനത്തിൽ പഠിപ്പിച്ചു തരുന്നുണ്ട്, വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അദീമാ. വമൻ യുതിഇല്ലാഹ വറസൂലഹു, ആരല്ലാഹുവിനെയും അവൻ്റെ പ്രവാചകനെയും അനുസരിക്കുന്നുവോ ഫഖദ് ഫാസ ഫൗസൻ അദീമാ, അവനാണ് വിജയമുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ അല്ലാഹുവിനെയും അവൻ്റെ പ്രവാചകനെയും അനുസരിക്കണം, അനുധാവനം ചെയ്യണം, അവിടുന്ന് പിൻപറ്റണം എന്നുള്ളതാണ്. എങ്കിലാണ് അവന് സ്വർഗമുണ്ടാവുക. അതുകൊണ്ട് വിശ്വാസം അല്ലാഹുവിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല, അവൻ്റെ പ്രവാചകനിലും ഉണ്ടാകണമെന്നാണ്. അതുകൊണ്ടാണ് മഹാനായ ഷെയ്ഖ് സ്വാലിഹ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞത്, ഒരു ഇൽമു പഠിക്കുന്ന, മതം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവനിൽ നിർബന്ധമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പഠിക്കാനുള്ള ആവേശം ഉണ്ടാകുക എന്നുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചരിത്രം പഠിക്കാൻ ആവേശമുണ്ടാവുക എന്നുള്ളത് ഒരു ത്വാലിബുൽ ഇൽമിൻ്റെ, ഒരു മതം പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ നിർബന്ധമായ കാര്യമാണ്. എന്തുകൊണ്ട്? യസീദുൽ ഈമാൻ, അവൻ്റെ ഈമാൻ അതിലൂടെ വർദ്ധിക്കും. അള്ളാൻ്റെ ഹബീബിൻ്റെ ചരിത്രം പഠിക്കുന്നതിലൂടെ നമ്മുടെ ഈമാൻ വർദ്ധിക്കുമെന്നുള്ളതാണ്. അതേപോലെ തന്നെ ഷെയ്ഖ് പറഞ്ഞ മറ്റൊരു കാര്യം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മനുഷ്യന് പ്രത്യേക സ്നേഹമുണ്ടാകുമെന്നാണ്. അള്ളാൻ്റെ ഹബീബിനോടുള്ള മഹബ്ബത്ത് വർദ്ധിക്കാൻ, നമ്മുടെ ഈമാനിൽ വർധനമുണ്ടാകാൻ അള്ളാൻ്റെ ഹബീബിൻ്റെ ചരിത്രം പഠിച്ചാൽ മതി എന്ന് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചു തരുമ്പോൾ ആ പ്രവാചകനെ അറിയാനും പഠിക്കാനും മനസ്സിലാക്കാനും അനുധാവനം ചെയ്യാനും നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. എന്താണ് പ്രിയമുള്ളവരെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കുന്നവരുടെ ബാധ്യതകൾ എന്താണ്? നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, അംഗീകരിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിഞ്ഞിട്ടുണ്ട്, അല്ലേ? അറിഞ്ഞ ആളുകളാണ്. അങ്ങനെ അറിഞ്ഞ ആളുകൾ അവർക്ക് ചില കടമകളുണ്ട് എന്നാണ്, അവർ ചില കടമകൾ നിർവഹിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ആ കടമകൾ നിർവഹിക്കപ്പെടുമ്പോഴാണ് അവൻ, ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയുന്നവനായി മാറുന്നത്, പ്രവാചകനെ മനസ്സിലാക്കുന്നവരായി മാറുന്നത്. എന്താണ് ആ കടമകൾ? അതിലൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കുക എന്നുള്ളതാണ്. എന്തൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചിട്ടുണ്ടോ അതൊക്കെ അനുസരിക്കുക എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിഞ്ഞ ഒരു വിശ്വാസി ചെയ്യേണ്ടത് എന്ന്. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ നിഖില മേഖലകളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ച കാര്യങ്ങളുമായി ഒന്ന് കണക്ട് ചെയ്തു നോക്കുക. ഇതിലെന്തൊക്കെ ഞാൻ പ്രവാചകന്റെ കൽപ്പന അനുസരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് ആലോചിക്കുക. കാരണം അമ്പിയാക്കന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമി ലോകത്തേക്ക് നിയോഗിച്ചിട്ടുള്ളത് വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ലിയുതാഅ ബിഇദ്നില്ലാഹ്.
4-ാം അധ്യായം സൂറത്തു നിസായിലെ 64-ാമത്തെ വചനം. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോടായി പറയാൻ, വമാ അർസൽന, നാം നിയോഗിച്ചിട്ടില്ല, മിർ റസൂലിൻ, ഒരു ദൂതനെയും, ഇല്ലാ ലിയുതാഅ ബിഇദ്നില്ല, അല്ലാഹുവിൻ്റെ കൽപ്പന പ്രകാരം അനുസരിക്കപ്പെടാനല്ലാതെ. അപ്പോൾ പ്രവാചകന്മാർ കടന്നു വന്നത്, അമ്പിയാക്കന്മാർ കടന്നു വന്നത് ആ അമ്പിയാക്കന്മാരെ അനുസരിക്കാൻ വേണ്ടിയാണ്, അനുധാവനം ചെയ്യാൻ വേണ്ടിയാണ് എന്നാണ്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ച എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അത് അനുസരിക്കേണ്ടതുണ്ട് എന്നർത്ഥം, അത് അനുധാവനം ചെയ്യേണ്ടതുണ്ട് എന്നർത്ഥം. എങ്കിലേ നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അത്വഅനി ദഖലൽ ജന്ന വമൻ അസാനി ഫഖദ് അബ. മൻ അത്വഅനി, ആരെന്നെ അനുസരിക്കുന്നുവോ, ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു. വമൻ അസാനി, ആരെന്നെ ധിക്കാരം, എന്നോട് അനുസരണക്കേട് കാണിക്കുന്നുവോ, ഫഖദ് അബ, അവൻ വിസമ്മതിച്ചവനാണ് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ തന്നെ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, മൻ അത്വഅനി ഫഖദ് അത്വഅ അല്ലാഹ്, ആരെന്നെ അനുസരിക്കുന്നുവോ അവൻ അല്ലാഹുവിനെ അനുസരിക്കുന്നവനാണ്. ആരെങ്കിലും എന്നെ അനുസരിച്ചാൽ അവൻ അല്ലാഹുവിനെ അനുസരിച്ചു. എന്നിട്ടോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറയുന്നു, വമൻ അസാനി ഫഖദ് അസാ അല്ലാഹ്, ആരെങ്കിലും എന്നോട് അനുസരണക്കേട് കാണിച്ചാൽ അവൻ അല്ലാഹുവിനോടാണ് ധിക്കാരം കാണിക്കുന്നത് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അള്ളാൻ്റെ റസൂലിൻ്റെ ചര്യ ഇതാണ്. അള്ളാൻ്റെ റസൂൽ ഈ വിഷയത്തിൽ കൽപ്പിച്ചത് ഇതാണ്. നമ്മളത് ചെയ്യുന്നില്ല എങ്കിൽ ധിക്കാരം ആരോടാണ് ചെയ്യുന്നത്? റബ്ബിനോടാണ്. നമ്മൾ അള്ളാൻ്റെ റസൂൽ ഇതാണ് ഈ വിഷയത്തിൽ കൽപ്പന വന്നിട്ടുള്ളത് എങ്കിൽ ഞാനത് ചെയ്യും. എങ്കിൽ നമ്മൾ ആരെയാണ് അനുസരിക്കുന്നത്? അള്ളാഹുവിനെയാണ്. നോക്കൂ നിങ്ങൾ, എത്ര കൽപ്പനകൾ, നിർബന്ധ നമസ്കാരങ്ങൾ, അത് നിർവഹിക്കുന്നവരാണ് അല്ലേ. ഇങ്ങനെ നിർബന്ധമായിട്ടുള്ളതൊക്കെ ഇങ്ങനെ എണ്ണി വെക്കുകയാണെങ്കിൽ അതൊക്കെ നമ്മൾ ക്ലിയർ ആയിരിക്കും അല്ലേ. അതേപോലെ തന്നെ സക്കാത്ത്, അത് നമ്മൾ ക്ലിയർ ആണോ എന്നുള്ളതാണ്. പല ആളുകളും പിന്നെ എങ്ങനെയെങ്കിലും കൊടുക്കാതിരിക്കാൻ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ എന്നുള്ളതാണ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. എങ്ങനെയെങ്കിലും കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അതല്ല നമ്മൾ, ഇത് എൻ്റെ നിർബന്ധ ബാധ്യതയാണ്. ഒരു ഹൗല് പൂർത്തിയായി കഴിഞ്ഞാൽ, ഒരു ഹിജറ വർഷം പൂർത്തിയായി കഴിഞ്ഞാൽ നിർബന്ധമായും ഇത് എൻ്റെ ശരീരത്തെ സംസ്കരിക്കുന്ന, എൻ്റെ മനസ്സിനെ സംസ്കരിക്കുന്ന, എൻ്റെ സമ്പത്തിനെ സംസ്കരിക്കുന്നതാണ് എന്ന ബോധ്യത്തോടു കൂടി കൊടുക്കാൻ വേണ്ടി കഴിയണം. അതേപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത്, സാധിക്കുന്നവർ ഹജ്ജ് ചെയ്യണമെന്നാണ്. പല ആളുകളോടും ഹജ്ജിന് പോകുന്നില്ല അല്ലെങ്കിൽ ഉംറ നിർവഹിക്കുന്നില്ല വെച്ചോ, കുറേ പണികൾ ഇവിടെ ഉണ്ട്, വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ നടക്കുകയാണ്, അതുകൊണ്ട് ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണില്ല. ഈ വീട്ടിൽ കാലകാലം ജീവിക്കുന്നുള്ള ബോധത്തോട് കൂടിയിട്ടാണ് പറയൽ. ഒന്ന് ആലോചിച്ച് നോക്കി. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് മുൻഗണന നൽകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതേപോലെ തന്നെ നിർബന്ധമായത് കഴിഞ്ഞാൽ ഐച്ഛികമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അള്ളാൻ്റെ റസൂലിൻ്റെ കൽപ്പനകളാണ്. എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് ഞാൻ ചെയ്യുമെന്നുള്ളത് നമ്മൾ തീരുമാനമെടുക്കാൻ കഴിയും. ഏറ്റവും ചുരുങ്ങിയത് വെള്ളിയാഴ്ച ദിവസം നമുക്ക് എല്ലാവർക്കും അറിയാം. അതിലൊരുപാട് സുന്നത്തുകൾ നമുക്കറിയാം. വെള്ളിയാഴ്ച ദിവസം കൃത്യമായി അവിടുത്തെ സുന്നത്തനുസരിച്ച് കുളിക്കുന്നവരാണ് നമ്മൾ, സുഗന്ധം പൂശുന്നവരാണ് നമ്മൾ, പള്ളിയിലേക്ക് പോകുന്നവരാണ് നമ്മൾ അല്ലേ. ഇങ്ങനെ നമ്മൾ ദിനംപ്രതി വെള്ളിയാഴ്ച ദിവസം മാത്രം നമ്മൾ ചെയ്യുന്ന എക്സ്ട്രാ കുറേ സുന്നത്തുകൾ ഉണ്ടായിരിക്കാം. എന്നാൽ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ് വെള്ളിയാഴ്ച ദിവസത്തെക്കുറിച്ച്, ഫീഹി സാഅത്തുൻ, അതിലൊരു സമയമുണ്ട്, ലാ യുവാഫിഖുഹാ അബ്ദുൻ മുസ്ലിമുൻ വഹുവ ഖായിമുൻ യുസല്ലി യസ്അലുല്ലാഹു തആല ശൈഅൻ ഇല്ലാ അഅതാഹു ഇയ്യാഹ്. സുബ്ഹാനല്ലാഹ്. നാലോചിച്ച് നോക്കി, ഒരു ഉപാധിയുമില്ലാതെ വെള്ളിയാഴ്ച ദിവസം ഒരു സമയമുണ്ട്, എൻ്റെ അടിമ എന്നോട് പ്രാർത്ഥിച്ചാൽ ഞാൻ അവന് ഉത്തരം നൽകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുക. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു. ഒരു ഉപാധി അതിന് വെച്ചിട്ടില്ല. നിങ്ങൾ ഇന്ന സമയത്ത് ഇന്ന ഉടുത്തെത്തിയിരിക്കണമെന്നോ ഇന്ന സമയത്തായിരിക്കണമെന്നോ ഒരു ഉപാധിയുമില്ലാതെ, അല്ലെങ്കിൽ നിങ്ങൾ സൂറത്ത് കഹ്ഫ് ഓതിയതിൻ്റെ ശേഷം നിങ്ങൾ പ്രാർത്ഥിക്കാവൂ, അങ്ങനത്തെ ഒരു ഉപാധിയും വെച്ചിട്ടില്ല. അത് എത്ര ചെറുതായിരുന്നാലും ശരി ഞാൻ അവന് ഉത്തരം നൽകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരാം. പക്ഷേ അങ്ങനെ ഒരു വെള്ളിയാഴ്ച ദിവസത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ? ഏതാ ഈ സമയം? അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടില്ല. പണ്ഡിതന്മാർക്കിടയിൽ വലിയ ചർച്ചകളുണ്ട്. ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു
ഇമാം മെമ്പറിൽ കയറിയിരുന്നത് മുതൽ അവിടുന്ന് നമസ്കാരത്തിൽ നിന്ന് വിരമിക്കുന്നത് വരെയുള്ള സമയമാണ് എന്ന്. ആ സമയത്തോ അത് അറബിയാണ്, എനിക്ക് പ്രത്യേകിച്ചൊന്നും റോളില്ല എനിക്ക് പ്രത്യേകിച്ചൊന്നും റോളില്ല. പിന്നെ വെള്ളിയാഴ്ച അവിടുന്ന് ഹുസൈൻ സൽഫിൻ്റെ വരാണ്ട്, അപ്പുറത്ത് സിറാജ് ഇസ്ലാം ബാലിശ്ശേരിൻ്റെ വരാണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് കേൾക്കാം. അവിടെ എൻ്റെ റോൾ എന്ന് പറഞ്ഞത് മയങ്ങ. അതാവരുത് പ്രിയമുള്ളവരെ. എനിക്കൊന്നും തിരിയില്ല, കാലാകാലം തിരിയില്ല എന്ന് പറഞ്ഞിരിക്കേണ്ടവരല്ല. ഇനി ഒന്നും തിരിയില്ലെങ്കിലും ശ്രദ്ധിച്ചിരിക്കണം എന്നാണ്. ശ്രദ്ധിച്ചിരിക്കണം, ഇല്ലെങ്കിൽ നമ്മൾ അവിടെ ഇബാദത്തിലാണ്. നമ്മൾ ഇരിക്കണ സമയം ഇബാദത്ത്, വെറും നിസ്കാരം മാത്രമല്ല, അത് തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നത് വരെ ഇബാദത്ത്. ആ ഇരുത്തം ആ കേൾത്തൊക്കെ ഇബാദത്താണ്, കൂലിണ്ടതിന്. അവിടെ ഉറങ്ങാനുള്ളതല്ല. ആ സമയത്ത് പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് എന്ന് ഒരു വിഭാഗം പണ്ഡിതന്മാർ നമ്മൾ പഠിപ്പിച്ചിരുന്നു. പക്ഷെ നമ്മൾ എത്രമാത്രം ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്നാണ്. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു, വെള്ളിയാഴ്ച അസ്ർ നമസ്കാര ശേഷം മഗ്രിബ് വരെയുള്ള സമയമാണ് ആ സമയം, ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയം. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ അദ്കാറുൽ മസാ നമ്മൾ ചൊല്ലിയിട്ടുണ്ടോ എന്ന് ആലോചിച്ചൊക്കെയാണ്. നമ്മളൊന്നും ചെല്ലറിലുണ്ടോ? വൈകുന്നേരത്തിലുള്ള പ്രാർത്ഥന ചെല്ലേണ്ട സമയമാണല്ലോ അത്. നമ്മൾ ആ സമയങ്ങളിൽ എന്താ അദ്കാറുൽ മസായിലൂടെ സഭയിലൂടെ ചോദിക്കുന്നത്? സ്വർഗ്ഗാണ്, നരകമോചനാണ്, പാപമോചനമാണ്. നമ്മൾ ചോദിച്ചിട്ടുണ്ടോ റബ്ബിനോട്? ഉത്തരം കിട്ടുമെന്ന് പറഞ്ഞ സമയം നമ്മൾ ചോദിച്ചോ എന്നുള്ളതാണ്. അള്ളാഹിൻ്റെ റസൂലിൻ്റെ കൽപ്പനകൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്ന് പറഞ്ഞ കാര്യങ്ങളാണ്, നമ്മൾ ഉപയോഗപ്പെടുത്തിയോ എന്നുള്ളതാണ്. വേറെ പണ്ഡിതന്മാർ പറഞ്ഞതൊന്നല്ല, വെള്ളിയാഴ്ചയിലെ ഏതു സമയമാകാം അല്ലേ? വ്യാഴാഴ്ച മഗ്രിബ് മുതൽ വെള്ളിയാഴ്ചയുടെ മഗ്രിബ് വരെയാണ് വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുന്നത്. വെള്ളിയാഴ്ച ദിവസം ഇതിലേത് സമയമാകാം. പക്ഷെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളതാണ് പ്രിയമുള്ളവരെ. എല്ലാം നടക്കും, അതിൻ്റെ കൂട്ടത്തിൽ നമ്മളിത് നടക്കണം. അതാരും കാണിക്കാനോ ആരും ബോധ്യപ്പെടുത്താനോ നാലാളുകളോട് ഞാൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഇതാക്കിയിട്ടില്ല. നമ്മുടെ സ്വകാര്യതയിൽ റബ്ബുമായിട്ടുള്ള മുനാജാത്തിലായിരിക്കണം, സംസാരത്തിലാകാൻ കഴിയേണ്ടതുണ്ട്. അതേപോലെ തന്നെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൻ സല്ല അലയ്യ വാഹിദതൻ സല്ലല്ലാഹു അലൈഹി അശ്റ, അല്ലേ? എൻ്റെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 10 അനുഗ്രഹം അല്ലാഹു അവന് നൽകുമെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ ചൊല്ലണമെന്ന് പ്രത്യേകം പഠിപ്പിച്ചു. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ ഒരിക്കലെങ്കിലും അള്ളാഹിൻ്റെ റസൂലിൻ്റെ പേരിൽ സ്വലാത്ത് നമ്മൾ ചൊല്ലിയിട്ടുണ്ടോ എന്ന് അങ്ങനെ ആലോചിച്ച് നോക്കിയാൽ മതി. ഒന്ന് ആലോചിച്ച് നോക്കി, കഴിഞ്ഞ വെള്ളിയാഴ്ച ചൊല്ലിയിട്ടുണ്ടോ? അതിൻ്റെ മുന്നത്തുള്ളതൊക്കെ പോട്ടെ, എന്നും ചൊല്ലാം 10 അനുഗ്രഹം കിട്ടും. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച പഠിപ്പിച്ചെന്ന് അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മിൻ അഫ്ളലി അയ്യാമിക്കും യൗമൽ ജുമുഅ, നിങ്ങളുടെ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം വെള്ളിയാഴ്ച ദിവസമാണ്. എന്താ കാരണം? ഫീഹി ഖുലിഖ ആദം, അന്നാണ് ആദമിനെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ആദം നബി അലൈഹി സ്വലാമയെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയതും ആ ദിവസമാണ്. അന്ത്യനാൾ സംഭവിക്കുന്നതും ആ ദിവസമാണ് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅക്തിറു അലയ്യ മിനസ്സലാത്തി ഫീഹി, ആ ദിവസം നിങ്ങൾ എൻ്റെ മേൽ സ്വലാത്ത് അധികരിപ്പിക്കണമെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരാം. നമ്മൾ ചൊല്ലലുണ്ടോ എന്നാണ്. ഇങ്ങനെ ഓരോ കൽപ്പനകൾ ഇങ്ങനെ എടുത്ത് പരിശോധിച്ച് നോക്കുക. അതിൽ കഴിവിൻ്റെ പരമാവധി കൽപ്പനകളെല്ലാതും നിർബന്ധപൂർവ്വം ചെയ്യണം എന്ന് പറഞ്ഞിട്ടില്ല. നിർബന്ധമായി ചെയ്യാൻ പഠിപ്പിച്ചത് കുറച്ചേ ഉള്ളൂ ഇസ്ലാമിൽ, വളരെ കുറച്ചേ ഉള്ളൂ. ബാക്കിയൊക്കെ ഐച്ഛികമായിട്ടുള്ളതാണ്. നിർബന്ധമായിട്ട് നമ്മൾ ഈ 5 വിരലിൽ ഇങ്ങനെ എണ്ണിയെടുക്കുക. ഏതൊക്കെ നിർബന്ധം? ഒന്ന് നിസ്കാരാണ് അല്ലേ? 2 സക്കാത്താണ്, അത് കൊല്ലം പൂർത്തിയായി ഉള്ളതും കൊടുത്താൽ മതി. 3 നോമ്പാണ്. നോമ്പ് വർഷത്തിൽ 30 ദിവസം, 365 ദിവസത്തിൽ വെറും 30 ദിവസമേ ഉള്ളൂ. പിന്നൊന്ന് ഹജ്ജാണ്, അത് ശാരീരികമായും സാമ്പത്തികമായും കഴിവുള്ളതും ചെയ്താൽ മതി. വേറെ ഏതാ നിർബന്ധമുള്ളത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. പക്ഷേ ഈ നിർബന്ധമായ കൽപ്പനകൾ മാറ്റിവെച്ച് കഴിഞ്ഞാൽ അതിലൊക്കെ നമ്മൾ ഉഷാറായിരിക്കും. ബാക്കിയുള്ള കൽപ്പനകളൊക്കെ കഴിവിൻ്റെ പരമാവധി ചെയ്യാനാണ്. എത്ര നമ്മൾ കഴിവിൻ്റെ പരമാവധി ചെയ്യുന്നുണ്ട് എന്ന് ഒന്ന് ആലോചിച്ച് നോക്കാം. രണ്ടാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മനസ്സിലാക്കിയ ആളുകൾ നിർവഹിക്കേണ്ട രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചു തന്ന കാര്യങ്ങൾ സത്യപ്പെടുത്താൻ. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെ അറിയിച്ചു തന്നിട്ടുണ്ടോ അത് കണ്ണും മൂട്ടി അംഗീകരിക്കാനാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളോട് ഒരാൾ ഒന്ന് പറയണേ, പിന്നെ ഇന്ന് വൈകുന്നേരം ഞാൻ ഇങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ ഒരു ഒട്ടകം വന്ന് എന്നോട് ഇങ്ങനെ സംസാരിച്ചു.
എന്നോട് വർത്തമാനം പറഞ്ഞു, നമ്മളെന്താ പറയാ, പിരാന്താണ്, അങ്ങനൊന്നും ഉണ്ടാവില്ല. ഇന്നൊരാൾ പറഞ്ഞു, ഒന്നൊരാൾ അങ്ങനെ വന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കാനും പോണ്ട, അംഗീകരിക്കാനൊരു ആവശ്യമില്ല. എന്നാൽ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഒട്ടകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് പരാതി പറഞ്ഞു. അള്ളാന്റെ ഹബീബിനോട് വന്ന് ഒട്ടകം പരാതി പറയാം. അവിടെ നമുക്ക് സംശയം ഉണ്ടാകാൻ പാടില്ല, ഒരു നിലക്കും സംശയം ഉണ്ടാകാൻ പാടില്ല. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ അത് അംഗീകരിക്കാൻ, സത്യപ്പെടുത്താൻ നമുക്ക് കഴിയണം. അല്ലേ? ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഇവിടെ ഉണ്ട് ഒരു ഈത്തപ്പഴത്തിൻ്റെ മരം. അത് നമ്മളെ നോക്കി കരഞ്ഞെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു ഞങ്ങൾ വിശ്വസിക്കുമോ? അത് കരഞ്ഞ് ഇന്നെ നോക്കിയിട്ട് കരഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉസ്താദിന് എന്തോ പറ്റിയിട്ടുണ്ട് എന്ന് പറയും, അല്ലേ? എന്നാൽ ഈത്തപ്പനയുടെ മിമ്പർ തേങ്ങിയ ചരിത്രമുണ്ട്, വിശാലമായ ചരിത്രമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈത്തപ്പനയുടെ തടിൻ്റെ മുകളിൽ നിന്നിട്ട് ഖുതുബ നിർവഹിച്ചിരുന്നത്. അതിനിങ്ങനെ ആട്ടം തുടങ്ങിയപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പർ ഒന്ന് മാറ്റാൻ വേണ്ടി പറഞ്ഞു. മിമ്പർ മാറ്റി അവിടേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കയറുമ്പോൾ ഈ പഴയ മിമ്പർ, ഈത്തപ്പന തടിയുടെ ആ മിമ്പർ തേങ്ങിന്നാണ്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ ആശ്വസിപ്പിച്ചു, തലോടി എന്നൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. വിശാലമായ ചരിത്രമാണ്. ഇന്ന് നമ്മളെ ബുദ്ധി വെച്ചിട്ട് ആലോചിക്കുകയാണെങ്കിൽ ഉണ്ടാവുമോ? പക്ഷെ അള്ളാന്റെ റസൂല് പറഞ്ഞു, അംഗീകരിക്കണം, സത്യപ്പെടുത്തണം. അതാണ് റസൂലിനുള്ള വിശ്വാസം എന്ന് പറയുന്നത്. അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്, അല്ലേ? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് അസ്സുദ്ദീഖ് എന്ന പേര് കിട്ടിയത് എങ്ങനെ? അല്ലേ? മക്കക്കാരെ മുഴുവൻ പ്രവാചകനിൽ ആദ്യം വിശ്വസിച്ച പുരുഷനാകുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഇതിൽ നിന്നുകൊണ്ട് പിന്തിരിപ്പിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞു, ഞാൻ ഇന്നലെ രാത്രി മക്കത്ത് നിന്ന് ബൈത്തുൽ മഖ്ദിസിലേക്കും അവിടുന്ന് 7-ാം ആകാശത്തേക്കും പോയി തിരിച്ചു വന്നിരിക്കുന്നു. അപ്പൊ തന്നെ കിട്ടിയ വടി, ഇത് കിട്ടിയ വടിയാണ്. അബൂബക്കറിനെ മുഹമ്മദിന്റെ ആശയത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ഒരു മാർഗമാണെന്ന് മനസ്സിലാക്കി ശട്ടം കൂടിയിട്ട് മക്ക മുശ്രിക്കീങ്ങൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തെത്താം. അങ്ങനെയൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞു. എൻ്റെ മുഹമ്മദായി പറഞ്ഞത് ഭ്രാന്തായിട്ടുണ്ട് തോന്നുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. എങ്കിൽ ഞാനത് അംഗീകരിക്കുന്നു. അല്ലേ? അസ്സുദ്ദീഖ് എന്ന പേര് കിട്ടാൻ നോക്കൂ നിങ്ങൾ. ഒരിക്കലും തൻ്റെ ബുദ്ധി കൊണ്ടാലോചിച്ചാൽ ഒരിക്കലും ഉണ്ടാവുകയില്ല അങ്ങനത്തെ ഒരു സംഭവം. അള്ളാന്റെ റസൂല് പറഞ്ഞു എന്നതിൻ്റെ പേരിൽ അംഗീകരിക്കുകയാണ്, സത്യപ്പെടുത്തണം. ഇങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സത്യപ്പെടുത്താൻ കഴിയണം. അള്ളാന്റെ റസൂൽ എന്തു പറഞ്ഞിട്ടുണ്ടോ, റസൂല് പറഞ്ഞതാണെന്ന് പ്രമാണങ്ങൾ കൊണ്ട് ബോധ്യപ്പെട്ടിട്ടുണ്ടോ, അത് പിന്നെ എൻ്റെ ബുദ്ധിക്ക് യോജിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതൊന്നും വിഷയമേ അല്ല, അത് അംഗീകരിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ചന്ദ്രൻ പിളർന്നിട്ടുള്ള സംഭവം, അല്ലേ? സൂറത്തു ഖമറിലെ 1-ാമത്തെ ആയത്താണ്, അല്ലേ? അന്ത്യസമയം അടുത്തു, ചന്ദ്രൻ പിളരുകയും ചെയ്തു എന്നാണ്. അന്ത്യസമയം അടുത്തു, ചന്ദ്രൻ പിളരുകയും ചെയ്തു എന്നാണ്. ഇതെപ്പോഴാണ് നടക്കുന്നത്? ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് തൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുകയാണ്, ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. എപ്പോൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് പലായനം ചെയ്യുന്നതിൻ്റെ വർഷങ്ങൾക്ക് മുമ്പ് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. എന്താ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഇമാം ബുഖാരിയും മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. ബൈനമാ നഹ്നു മഅ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിമിന. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ മിനയിലിരിക്കുകയായിരുന്നു. ഹജ്ജിന് പോയവരും ഉംറക്ക് പോയവരൊക്കെ ആണല്ലോ നമ്മളിൽ പല ആളുകളും, അല്ലേ? മിനയിൽ അവിടെയുള്ള പർവ്വതം, കുന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്താ അവിടെ ഉണ്ടായത്? ഇദൻ ഫലഖൽ ഖമറു ഫിൽഖതൈനി ഫകാന ഫിൽഖതുൻ വറാഅൽ ജബൽ വഫിൽഖതുൻ ദൂന ഫഖാല ലനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇശ്ഹദു. ഞങ്ങൾ മിനൻ്റെ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ മിന കുന്നിൻ്റെ ബാക്ക് സൈഡിലേക്ക് ഒരു ഭാഗത്തേക്ക് ചന്ദ്രൻ പിളർന്നുകൊണ്ട് ഒരു ഭാഗത്തേക്കും മറ്റൊരു ഭാഗത്തേക്കും നീങ്ങി എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പറഞ്ഞു, ഇശ്ഹദു, നിങ്ങളിതിന് സാക്ഷികളാവുക. വിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞത്? ഇഖ്തറബതിസ്സാഅതു വൻശഖൽ ഖമർ. അന്ത്യസമയം അടുത്തു, ചന്ദ്രൻ പിളർന്നു. അന്ന് പറഞ്ഞിട്ടുണ്ട് അന്ത്യസമയം അടുത്തിട്ടുണ്ട്.
ഇത് അള്ളാൻ്റെ റസൂലിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായതാണ്. ഇത് കേവലം കണ്ട് പിളർന്നിട്ടൊരു വരമാരിയല്ല, രണ്ട് ഭാഗത്തേക്കായി നീങ്ങി എന്നാണ്. ഇതെന്ത് ചെയ്യണം? വിശ്വസിക്കണം. അള്ളാൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് വിശ്വസിക്കണം എന്നുള്ളതാണ്. ഇതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വാസം എന്ന് പറയുമ്പോൾ. മൂന്നാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കുകയും തടയുകയും ചെയ്ത കാര്യങ്ങൾ അത് വെടിയുക എന്നുള്ളതാണ്. അള്ളാൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നത് സത്യപ്പെടുത്തുകയും അംഗീകരിക്കുകയും ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കിയ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം വിട്ടു നിൽക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. അള്ളാൻ്റെ റസൂൽ എന്താണോ നിങ്ങളിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അത് നിങ്ങൾ എടുക്കുക, അത് നിങ്ങൾ സ്വീകരിക്കുക. വമാ നഹാകും അൻഹു ഫൻതഹു. അള്ളാൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തൊക്കെ വിലക്കിയിട്ടുണ്ടോ അത് നിങ്ങൾ ഒഴിവാക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. അവിടെ നമ്മൾ ചില പരിശോധന നടത്തേണ്ടത്. നമ്മളെ വീടുണ്ടാക്കിയത് എങ്ങനെയാണ്? നമ്മളെ വീടുണ്ടാക്കിയത് എങ്ങനെയാണ്? പലിശയുടെ പണം ഉപയോഗപ്പെടുത്തിയിട്ടാണോ നമ്മൾ നമ്മുടെ വീടുണ്ടാക്കിയത്? അള്ളാന്റെ റസൂലിനെ നമ്മളുടെ ഷഹാദത്ത് നമ്മൾ സത്യപ്പെടുത്താൻ തയ്യാറായിട്ടില്ല എന്നാണ് അർത്ഥം. നമ്മുടെ വാഹനം വാങ്ങിയത് എങ്ങനെയാണ്? പലിശയുടെ മുതൽ കൊണ്ടാണോ? നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നത് വിദ്യാഭ്യാസ ലോൺ എടുത്തുകൊണ്ടാണോ? നമ്മളോട് ചോദിക്കേണ്ടതുണ്ട്, അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്നെ, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഅകുലുർ റിബ, നിങ്ങൾ പലിശ ഭുജിക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. പലിശയുടെ ഏതെങ്കിലും ഒരംശം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട് എങ്കിൽ പ്രിയമുള്ളവരെ, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കിയത് നമ്മൾ ചെയ്യുന്നു എന്നർത്ഥം. അള്ളാന്റെ റസൂൽ വിലക്കിയിട്ടുണ്ടോ? എന്ന് ഞാനത് ചെയ്യും. പലിശ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞാനത് ചെയ്യും. ഗൗരവമുണ്ട് വിഷയം. അതേപോലെ തന്നെ കളവ് പറയുന്ന ആളുകൾ, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞെന്താ? ഖുലിൽ ഹഖ് വലൗ കാന മുർറൻ, അല്ലേ? കയ്പുള്ളതാണെങ്കിലും ഈ സത്യം മാത്രമേ പറയാവുള്ളൂ, ഒരിക്കലും കളവ് പറയരുത്. കളവ് പറയുന്ന എത്ര ആളുകൾ, നിസാരമായ കാര്യങ്ങൾക്ക് വേണ്ടി കളവ് പറയുന്ന, കാര്യലാഭങ്ങൾക്ക് വേണ്ടി കളവ് പറയുന്ന ആളുകൾ. പ്രിയമുള്ളവരെ, നരകമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അയൽവാസിയെ ദ്രോഹിക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനെ ഒരുപാട് മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന ആളുകൾ, വഞ്ചന നടത്തുന്ന ആളുകൾ, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്ന ആളുകൾ, അനീതി ചെയ്യുന്ന ആളുകൾ, ഇങ്ങനെ ഒരുപാട് തിന്മകൾ ചെയ്യുന്ന ആളുകൾ, അള്ളാന്റെ റസൂല് പാടില്ലെന്ന് പറഞ്ഞ വിരോധിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട്. അള്ളാന്റെ റസൂലിനോടുള്ള ബാധ്യതകൾ നിർവഹിക്കുന്നില്ല എന്നർത്ഥം. ഷഹാദത്തിന്റെ ആ ബാധ്യതകൾ കൃത്യമായി നിർവഹിക്കുന്നില്ല എന്നർത്ഥം. നാലാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബാദത്തായി പഠിപ്പിച്ച കാര്യങ്ങൾ കൊണ്ട് മാത്രം അള്ളാഹുവിനെ ആരാധിക്കുക. അള്ളാഹിനെ ആരാധിക്കാൻ ഏതൊക്കെ വഴികൾ എന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇവിടെ വന്നതിൻ്റെ ലക്ഷ്യം തന്നെ അതാ, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അള്ളാഹിനെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് മനുഷ്യന്മാരെയും ജിന്നു വർഗത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതെങ്ങനെ ആരാധിക്കണമെന്ന് ആര് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എത്ര കൊല്ലം കൊണ്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്? 23 കൊല്ലം കൊണ്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇനി അതിലേക്കൊന്നും അങ്ങോട്ട് കയറ്റാനുമില്ല, ഇറക്കാനുമില്ല, ഒന്നും ആഡ് ചെയ്യാനുമില്ല, ഒന്നും ഒഴിവാക്കാനുമില്ല എന്നുള്ളതാണ്. എന്നാൽ നമുക്കറിയാം, ചില ആളുകൾ ഒരു സ്വയം നബിയാവുണ്ട്. അതായത് നേരിട്ട് പറഞ്ഞ നമ്മളാരും നബിയാവേണ്ട ആവശ്യമില്ല. നബിയാകാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്ത മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ 23 കൊല്ലം കൊണ്ട് ദീന് പൂർത്തിയാക്കി തന്നിട്ടുണ്ട്. അത് ക്ലിയറാണ്. എന്നാ അതിൻ്റെ വക പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ പേരിൽ നബിദിനം കഴിക്കുന്ന ആളുകൾ ഒരു സ്വയം കൊണ്ട് നബിയാവുകയാണ്. അത് റസൂൽ 23 കൊല്ലം കൊണ്ടൊന്നും ആയിട്ടില്ല. ഒന്നും എന്താവാൻ 23 കൊല്ലം കൊണ്ട്? നമ്മളുടെ വക കുറച്ച് റബീഉൽ അവൽ 12-ന് കിടക്കട്ടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ നബിദിനം എന്ന് പറഞ്ഞുകൊണ്ട് ബിദ്അത്ത് ചെയ്യുന്ന ആളുകൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. സ്വയം നുബുവത്തുണ്ട് ഏറ്റെടുത്തിട്ട് ഇങ്ങനെ നടത്തുകയാണ്. ഓരോ സ്വയം ഇഷ്ടത്തിന് ദീൻ ഇങ്ങനെ ഉണ്ടാക്കുക. എത്ര അപകടമാണ് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ ഇവിടുന്ന് ക്ലാസ് കഴിഞ്ഞിട്ട്
വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ വീട്ടിൽ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്ന് തരാം, നിറഞ്ഞൊരു ഗ്ലാസ് വെള്ളം. അതിലേക്ക് കനമുള്ള എന്തുണ്ടാവും? അത് വെള്ളം പുറത്തേക്ക് പോകും. കനമുള്ള എന്തിട്ടാലും വെള്ളം പുറത്തേക്ക് പോകും. ഇതവിടെ സംഭവിക്കുന്നുള്ളൂ. ദീന് ഫുള്ളാണ്. ഇനി അതിൽക്കൊന്നുമില്ല. ഇനി അതിൽക്ക് എന്തിങ്ങനെ ആഡ് ചെയ്യുന്നോ എന്താവും? ദീനിങ്ങനെ ഒലിച്ചു പോകും. ബിദ്അത്തുകൾ ഇങ്ങനെ അതിലേക്ക് ഇങ്ങനെ കൊണ്ടുനടുമ്പോൾ പുറത്തുനിന്ന് എന്ത് ചെയ്യും? സുന്നത്തുകൾ ഇങ്ങനെ ഒലിച്ചു പോകും. എന്തിനേറെ പറയുന്നു, ഇപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ റബീഉൽ അവ്വൽ 12 നമ്മളെ നാട്ടിൽ തിങ്കളാഴ്ച ദിവസമാണ്. തിങ്കളാഴ്ച ദിവസം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന സുന്നത്ത് എന്താ? നോമ്പെടുക്കുക എന്നുള്ളതാണ്. ഇത് കഴിച്ച എത്ര ആളുകൾ ഒരു ബിദ്അത്ത് അയക്കൊണ്ട് ആഡ് ചെയ്തപ്പോൾ എത്ര സുന്നത്ത് അവിടെ അന്നത്തെ ദിവസം തന്നെ ഇല്ലാതായി. ഒന്ന് ആലോചിച്ച് നോക്കി. ഇങ്ങനെ ഓരോ ബിദ്അത്തുകൾ ഇതിലേക്ക് കയറുമ്പോൾ സുന്നത്തുകൾ ഒലിച്ചു പോകും. ഒരുപാട് സുന്നത്തുകൾ ആളുകളിൽ നിന്ന് ഇല്ലാതായി പോകുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് എങ്ങനെയാകണമെന്നുള്ളത് കൃത്യമായി പഠിപ്പിച്ചു. നമസ്കാര ശേഷമുള്ള കൂട്ടുപ്രാർത്ഥന അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണെന്നുള്ളത് അവിടുന്ന് മദീനത്തെ പള്ളിയിൽ പ്രവാചകന്റെ പിന്നിൽ നിന്ന് നമസ്കരിച്ച സഹാബാക്കൾ കൃത്യമായി പഠിപ്പിച്ചു തന്നു. സ്ത്രീകളില്ല എങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് എഴുന്നേറ്റ് മറ്റൊരു സ്ഥലത്തേക്ക് മാറിയിരിക്കും. ഇല്ല എങ്കിൽ അവിടുന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ആ മിഹ്റാബിന്റെ അവിടെ തന്നെ തിരിഞ്ഞിരിക്കുമായിരുന്നു എന്നാണ്. അവിടുന്ന് ഒരിക്കലും ഒരു കൂട്ടമായി തസ്ബീഹോ തഹ്ലീലോ തഹ്മീദോ ചൊല്ലുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ നമ്മുടെ നാടുകളിൽ ചില പള്ളികളിൽ ഇത് കണ്ടുവരുന്നു. അല്ലേ? എന്താണ്? ദീനൊന്നും പൂർത്തിയായിട്ടില്ല, റസൂലൊന്നും പഠിപ്പിച്ചു തരാതെ പോയത്, അതുകൊണ്ട് നമ്മളെ വകതൊക്കെ ഉള്ള തന്നെയാണ് എന്ന് പറയുന്ന ആളുകൾ. മയ്യത്തിന്റെ സമീപത്തിരുന്ന് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ മരിച്ചത്, ഖദീജ ബീവി മരിച്ചിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര ആയത്തുകൾ ഓതി ഖദീജ ബീവിയുടെ അരികിലിരുന്നിട്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രിയപ്പെട്ട സ്വഹാബിയായിരുന്നല്ലോ അവിടുന്ന് ഹംസ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോൾ എത്ര ആയത്തോതി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പ്രവാചകന്റെ എത്ര ഭാര്യമാര് പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് മരണപ്പെട്ടു പോയി. പ്രവാചകന്റെ ഫാത്തിമ ബീവി ഒഴികെയുള്ള ബാക്കി എല്ലാ മക്കളും പ്രവാചകന്റെ ജീവിതകാലത്ത് മരണപ്പെട്ടു. എത്ര ആയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മയ്യത്തിന്റെ മുമ്പിൽ ഇരുന്ന് ഓതിക്കണമെങ്കിൽ നമുക്ക് ഓതാ, ഇല്ലെങ്കിൽ നമുക്ക് ഓതാൻ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇബാദത്ത് നമ്മൾ ചെയ്യുന്നുണ്ട് എങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ ചെയ്തതാണോ എങ്കിൽ ചെയ്യാം, ഇല്ലേ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. സുബഹി നമസ്കാരത്തിലുള്ള കുനൂത്ത് അല്ലേ? പല ആളുകളും പള്ളിയിൽ ശ്രദ്ധിച്ചാൽ കാണാം, ചില ആളുകൾ സ്ഥിരമായിട്ട് പള്ളിക്ക് വരുന്ന ഒരു സുബഹിക്ക് ഒരു റക്കാത്ത് കഴിഞ്ഞിട്ട് വരും. അതെന്താ വെച്ചാൽ കുനൂത്ത് ഓതാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ റുക്കോയിലേക്ക് പോയിട്ടുള്ള ആ ഒരു ഒറ്റ സെക്കൻഡിൽ വെറുതെ കൈ ഉയർത്തിയിട്ട് ഇങ്ങനെ പോകണത് ഇവിടെ പല ആളുകളും ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. കാരണം നമ്മളെ നാട്ടിൽ ചില പള്ളികളിൽ അതുണ്ട്, ഇവിടെ എവിടെ അതില്ല. അതുകൊണ്ട് വെറുതെ കൈ ഉയർത്തുക വേഗം പോവുക ചെയ്യുന്നത്. എന്താ കുനൂത്തിന്റെ ഇസ്ലാമിക നിയമം? കുനൂത്തുണ്ട്, നാസിലത്തിന് കുനൂത്തുണ്ട് അല്ലേ? അപകടമുണ്ടായിട്ടുണ്ട് എങ്കിൽ അവിടെ സ്ഥിരമായി കുനൂത്തെല്ലാം ഉലമാക്കൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അല്ലേ? ഫലസ്തീനിൽ പ്രയാസം അനുഭവിക്കുമ്പോൾ അവിടുന്ന് പണ്ഡിതന്മാർ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനും അവരാക്രമിക്കുന്നവർക്കെതിരെ പ്രാർത്ഥിക്കുവാനും വേണ്ടിയിട്ട് കുനൂത്ത് ചൊല്ലാൻ വേണ്ടി പ്രത്യേകം ആഹ്വാനം ചെയ്ത് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ വിത്തറിൽ കുനൂത്തുണ്ട്. എന്നാൽ സുബഹിക്ക് മാത്രമായി ഒരു കുനൂത്ത് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടില്ല അല്ലേ? നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഒന്നും പറ്റൂല എന്നുള്ളതാണ്. സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിച്ചത് അതുപോലെ നിങ്ങൾ നിസ്കരിക്കണം. ഒന്നും പറ്റൂല, ഒരു ലഫ്ള് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റൂല, അതുപോലെ നിസ്കരിക്കണം. പക്ഷേ അതിൻ്റെ രൂപം തന്നെ മാറ്റിക്കളയുന്ന രീതിയിലാണ് ഇന്ന് ആളുകളുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ 4 കാര്യങ്ങൾ നമ്മൾ കൃത്യമാണോ, നമ്മൾ ഈ വിഷയത്തിൽ ക്ലിയറാണോ, പ്രവാചകനെ അറിയേണ്ട രൂപത്തിൽ മനസ്സിലാക്കേണ്ട രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിഞ്ഞ ആളുകൾ അവരുടെ ജീവിതത്തിൽ ഈ ചില സംഭവങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വയം അറിയുക എന്നതിലുപരി അതോടൊപ്പം തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരായിരുന്നു എന്നുള്ളത് സമൂഹത്തെ പഠിപ്പിക്കേണ്ടതുണ്ട്. തെറ്റായ പല ധാരണകളുമാണ് ഇന്നും സമൂഹത്തിൽ ഉള്ളത് എന്നുള്ളത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെറ്റായി ചിത്രീകരിക്കുന്ന എത്ര ആളുകളെ നമുക്കൊരു സമൂഹത്തിൽ കാണാൻ കഴിയും.
നോക്കൂ നിങ്ങൾ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വർഷങ്ങൾക്ക് മുമ്പുണ്ടായതാണ് കൈവെട്ടിയ സംഭവം. പ്രവാചകനെതിരെ നിന്ന പറഞ്ഞിട്ടുള്ള ഒരു മാഷിൻ്റെ കൈവെട്ടിയ സംഭവം. ഇപ്പോഴും അയാളുടെ സ്റ്റാൻഡ് എന്താ? അയാൾ ഞാൻ എഴുതിയതിൽ ഒരു അപകടവുമില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. ഇപ്പോഴും അയാളുടെ വാദം അതുതന്നെയാണ്. അതുകൊണ്ട് പ്രവാചകൻ ആരായിരുന്നു എന്നുള്ളത് കൃത്യമായി നമ്മൾ പഠിപ്പിക്കേണ്ടത്. പ്രവാചകൻ എന്ന് പറയുമ്പോൾ അവിടുന്ന് എന്തോ ഒരു വലിയ ഭീകരമായ എന്തോ ഒന്നാണ് എന്ന് സമൂഹത്തിൽ ചിത്രീകരിക്കുമ്പോൾ പ്രവാചകൻ ആരായിരുന്നു എന്ന് പഠിക്കേണ്ടതുണ്ട്. ഒന്ന്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭൃത്യൻ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞ സാക്ഷ്യമാണ്. പ്രിയമുള്ളവരെ, നോക്കൂ നിങ്ങൾ. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖിദ്മത്ത് ചെയ്തു. എത്ര? 10 സിനീൻ, 10 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഞാൻ ഖിദ്മത്ത് ചെയ്തിട്ടുണ്ട്. ഫമാ ഖാല ലീ ഉഫിൻ, എന്നോട് ഛേ എന്ന ഒരു വാക്കുപോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. വലാ ലിമാ സനഅത വലാ അല്ലാ സനഅത്, എന്തിനു നീ ചെയ്തു, എന്തിനു നീ ഇങ്ങനെ ചെയ്തില്ല എന്ന് എന്നോട് ഒരിക്കൽ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല എന്നാണ്. ഒരു ഈസ്തി 2 ഈസ്തിയും കാര്യമല്ല പറയണത്, 10 കൊല്ലത്തെ കാര്യമാണ്. നമ്മളെ വീട്ടിലേക്ക് ഒരു ഈസ്ത പണിക്കാർ വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും അല്ലേ? ഒരു ദിവസം പണിക്കാർ നമ്മളെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെ പെരുമാറ്റം എന്തായിരിക്കും ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. അവിടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 10 വർഷം ഖിദ്മത്ത് ചെയ്ത സ്വഹാബി പറഞ്ഞത്. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അടിച്ച് പറയിപ്പിച്ചതൊന്നുമല്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വമേധയാ വന്ന് പറഞ്ഞതുമല്ല. അതായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ തന്നെ രണ്ടാമത്തത്, ഒരിക്കൽ പോലും അടിച്ചിട്ടില്ല എന്ന് ആരാ പറയുന്നത്? ഏതെങ്കിലും ആൾക്കാരല്ല പ്രിയമുള്ളവരെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയെ പറയുന്നത്. അൻ ആയിഷത ഖാലത് മാ ضرب റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാദിമൻ ലഹു വലംറഅതൻ വലാ ضرب ബിയദിഹി ഷൈഅ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ഭർത്തൃനെയോ ഭാര്യമാരെയോ ഒരിക്കൽ പോലും അടിച്ചിട്ടില്ല എന്നുള്ളതാണ്. അള്ളാഹിൻ്റെ റസൂലിൻ്റെ കൈ കൊണ്ട് ഒരാളെ പോലും അടിച്ചിട്ടില്ല. അവിടെയാണ് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്, നമ്മുടെ കൈ എത്ര പൊങ്ങിയിട്ടുണ്ടെന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മുടെ കൈ എത്ര പൊങ്ങിയിട്ടുണ്ട് എന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ഭാര്യയല്ല കേട്ടോ, ഒന്നല്ല, ഒരേ സമയം 9 ഭാര്യമാരുണ്ടായിരുന്നു എന്നാണ്. ഒരേ സമയം 9. നമ്മൾ ഒന്നുമ്പോൾ തന്നെ നമ്മളെ അംഗം എത്രയെന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. വെറും അടി മാത്രമല്ല, മാനസികമായി പ്രയാസപ്പെടുത്തുന്ന ആളുകൾ, നാവ് കൊണ്ട് വേദനിപ്പിക്കുന്ന ആളുകൾ. നോക്കൂ നിങ്ങൾ, വെറുതെ കിട്ടിയതൊന്നും അല്ലത് പ്രിയമുള്ളവരെ. 100, 100, 200 ആളുകളുടെ മുമ്പിൽ വെച്ച് മീസാഖൻ ഖലീല, ദൃഢമായ കരാറാണ്. പൊന്നുപോലെ നോക്കാന്ന് പറഞ്ഞിട്ട് ഏറ്റെടുത്ത് കൊണ്ടതാണ്. അല്ലാതെ നമ്മളെ തലയിൽ ആരും കൊണ്ടുവന്ന് കെട്ടിച്ചെന്നല്ല, നമ്മൾ ഏറ്റെടുത്തതാണ്. അത്രയും ആളുകളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് നമുക്ക് അടിക്കാനും നമുക്ക് ദേഷ്യം വരുമ്പോൾ ചൂടാവാനും നമുക്ക് കയ്യോങ്ങാനും അങ്ങനെയുള്ള ഒന്നല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാമ്പത്യ ജീവിതം പഠിക്കേണ്ടത്. ഒരിക്കൽ പോലും റസൂലിന് ദേഷ്യം വരുന്ന പലതും ചെയ്തിട്ട് ആയിഷ ബീവി പാത്രം എടുത്ത് എറിഞ്ഞു എന്നാണ്. നമ്മളെ പ്രതികരണം എന്തായിരിക്കും? റസൂൽ മിണ്ടിയില്ല എന്നുള്ളത്. കാരണം റസൂലിനറിയാം മീസാഖൻ ഖലീലൻ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൈ പിടിച്ചിട്ട് വലിയ ദൗത്യമാണ് ഏറ്റെടുത്തിട്ടുള്ളത്. റബ്ബിൻ്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരുന്നു. എന്തിനേറെ പറയുന്നു, വ്യഭിചാര ആരോപണം ഉണ്ടായപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കുറ്റപ്പെടുത്തിയിട്ടൊരു സംസാരം ഉണ്ടായോ ആയിഷ ബീവിൻ്റെ നേരെ? ഉണ്ടായില്ലല്ലോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനം തൊന്നിട്ട് എന്ത് ചെയ്തു? തൻ്റെ ഉപ്പൻ്റെ കൂടെ കൊണ്ടാക്കി. ക്ലിയറായിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. അപ്പോഴും എനിക്കപ്പോഴേ ഇതുണ്ട്, ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് അല്ലേ. ഇതൊക്കെയാണ് നമ്മൾ ആദ്യത്തെ ഇങ്ങനെ സംസാരങ്ങൾ തുടങ്ങുക. പിന്നെ അവിടുന്ന് ഇങ്ങനെ വലിയ വലിയ സംസാരത്തേക്ക് എത്തും. അവിടെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സംയമനം പാലിച്ചു എന്നുള്ളത്. അവിടെയാണ് നമുക്ക് മാതൃക എന്നുള്ള നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വല്ലതും ചോദിച്ചാൽ ഇല്ല എന്നുള്ളൊരു സംസാരം റസൂൽ പറയില്ല. അൻ ജാബിർ റളിയല്ലാഹു അൻഹു മാ സുഇല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ഷൈഇൻ ഖത്തുൻ ഫഖാല ലാ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്തെങ്കിലും സാവധാനം ആവശ്യപ്പെട്ടിട്ട് ഇല്ല എന്ന് റസൂൽ അവിടുന്ന് പറഞ്ഞിട്ടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ പൈസക്കാരനോ വലിയ ധനാഢ്യനായിട്ടല്ല. അള്ളാഹിൻ്റെ റസൂലിൻ്റെ വീട്ടിലെ പട്ടിണിയെക്കുറിച്ച് ചരിത്രങ്ങൾ അറിയുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. എന്നിട്ടും റസൂലിൻ്റെ അടുത്തേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ മടക്കി വിടൂല, എന്തെങ്കിലും കൊടുക്കും എന്നുള്ളത്.
ഇല്ല എന്നുള്ള വർത്താനം ഉണ്ടാവില്ല. അതായിരുന്നു ഉദാത്തമായ ആളുകളെ സഹായിച്ചിരുന്ന ആളായിരുന്നു. കുറേ ഉണ്ടായിട്ടൊന്നല്ല. അങ്ങനത്തെ ഒരു മനോഭാവം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകാൻ കഴിയണം. ഇങ്ങനെ ഒരു പ്രവാചകനെക്കുറിച്ച് പഠിക്കാൻ, മനസ്സിലാക്കാൻ നമ്മൾ തയ്യാറാകണം. അതേപോലെ തന്നെ 4 തൻ്റെ ഭാര്യമാരെ സഹായിച്ചിരുന്നു എന്നാണ്. മഹാനായ അസ്വദ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നുണ്ട്, എന്തായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലെ കാര്യങ്ങൾ, വീട്ടിലെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു? അപ്പോൾ ആയിഷമ്മ പറയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പത്നിമാരുടെ ഭാര്യമാരുടെ വീട്ടുജോലികളിൽ സഹായിച്ചിരുന്നു. എന്നിട്ടോ ഫഇദാ ഹളറത്തിസ് സ്വലാ ഖറജ ഇലാ സ്വലാത്തി, നിസ്കാരത്തിൻ്റെ സമയമായി കഴിഞ്ഞാൽ റസൂൽ എന്ത് ചെയ്യും? നിസ്കാരത്തിന് വേണ്ടി റെഡിയായി പോകുന്ന. ആരെക്കുറിച്ചിട്ടാണ് പറയണത്? ഒരു ഉമ്മത്തിൻ്റെ നേതാവ്. ഒരു ഉമ്മത്തിൻ്റെ നേതാവ്, ഏതെങ്കിലും പാർട്ടിയുടെയോ ഏതെങ്കിലും രാജ്യത്തിൻ്റെ ഭരണാധികാരിയില്ല, ഒരു സമൂഹത്തിൻ്റെ മുഴുവൻ മുസ്ലിം ഉമ്മത്തിൻ്റെ മാതൃകയാണ്, നേതാവിൻ്റെ ചരിത്രമാണ്. തൻ്റെ ഭാര്യമാരെ സഹായിച്ചിരുന്നു എന്ന. എന്നാലോചിച്ച് നോക്കി, നമ്മളൊക്കെ സഹായിച്ചിട്ട് എത്ര കാലമായി എന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. കാര്യലാഭങ്ങൾക്ക് വേണ്ടി ഒരു പക്ഷേ സഹായിക്കാൻ ഇറങ്ങിയെന്ന് വരാം. അതല്ലെങ്കിൽ അതൊരു മോശപ്പെട്ട ഏർപ്പാടാണ്. അവനവൻ്റെ പെണ്ണുങ്ങളെ സഹായിക്കുക എന്ന് പറഞ്ഞത് അത് ഒരു പക്ഷേ അടിച്ചോരി കൊടുക്കലായിരിക്കും, അതല്ലെങ്കിൽ വേറെന്തെങ്കിലും ചെയ്ത് കൊടുക്കലായിരിക്കും, അതല്ലെങ്കിൽ കിച്ചണിൽ സഹായിക്കലായിരിക്കും. അതൊക്കെ ഒരു മോശപ്പെട്ട ഏർപ്പാടായിട്ടാണ്, അതൊരു പെൺകോന്തൻ്റെ സ്വഭാവമായിട്ടാണ് സമൂഹം പൊതുവെ വിലയിരുത്തിയിട്ടുള്ളത്. അങ്ങനെ ഒരു പെൺകോന്തൻ്റെ സ്വഭാവം, അള്ളാഹിൻ്റെ റസൂലിൻ്റെ സ്വഭാവം ഇതാണ് എങ്കിൽ അതൊരു നിങ്ങളെ എത്ര പെൺകോന്തൻ്റെ സ്വഭാവമായിട്ട് ചാപ്പ കുത്തിയാലും ഇൻക സ്വഭാവം ഉണ്ട് എന്നുകൊണ്ട് പറഞ്ഞാൽ മതി. ഇൻക സ്വഭാവം ഉണ്ട്, അള്ളാഹിൻ്റെ ഹബീബ് ചെയ്ത സ്വഭാവമാണ്, അതിന് നിങ്ങൾ എന്ത് കളിയാക്കിയാലും എനിക്കുണ്ട് ആ സ്വഭാവം എന്ന് പറയാൻ കഴിയണം. അതത്ര മോശപ്പെട്ട ഏർപ്പാടൊന്നുമല്ല എന്നുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ കാണിച്ചു തന്നിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ വേറെയും ചേർത്ത് വായിക്കണം. അതൊക്കെ കേട്ടിട്ട് അവസാനം പോയിട്ട് സഹായിച്ചു കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ പറയും, ദയവ് ഇത് നിങ്ങൾ ഇങ്ങോട്ട് അടുക്കരുത്, ഉള്ള പണിയൊന്നാകെ ആക്കി വെച്ചിട്ട്. അങ്ങനത്തെ സഹായമല്ല ഉദ്ദേശിക്കുന്നത് എന്നെന്ത് ചെയ്യുക, സാന്ദർഭികമായി ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചേർത്ത് മനസ്സിലാക്കുക. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഏത് നിലക്കൊക്കെ നമ്മളെ കൊണ്ട് സഹായിക്കുക, എല്ലാം ചെയ്തു കൊടുത്തിട്ട് എല്ലാം മരിച്ച് പണിയെടുത്ത് കൊടുക്കണമെന്നൊന്നല്ല. നമ്മളെ കൊണ്ട് ഒരു പ്ലേറ്റ് എടുത്ത് ടേബിളിൽ കൊണ്ടുവെക്കാൻ കഴിയുകയാണെങ്കിൽ അതിന് ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഖൈർ. അതിൽ നമുക്ക് പുണ്യമുണ്ട്, അള്ളാഹിൻ്റെ റസൂലിനെ ഇത്തിബായ് ചെയ്യണ കൂലിയുണ്ട്, നമ്മൾ മനസ്സിൽ നിയ്യത്തുനിന്ന് ശരിയാവുകയാണെങ്കിൽ. ഇങ്ങനെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിൽ മാതൃക കാണിച്ചിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് നിന്ന് വഫാത്തായി പോയിട്ടുള്ളത്. അള്ളാഹിൻ്റെ റസൂലിൻ്റെ സംസാര രംഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവർത്തിച്ചിട്ട് ആളുകൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്നു. എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ സ്ഫുടമായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്നു എന്ന് ആയിഷുമ്മ പറയും നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർത്താതെ തുടരെയായിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന ആളല്ലായിരുന്നു എന്നാണ്, ആവശ്യങ്ങൾക്ക് സംസാരിക്കുന്ന ആളായിരുന്നു എന്നാണ്. കുറേ ഇങ്ങനെ നിർത്താതെ സംസാരിക്കല്ല, പറയുന്നത് ആവശ്യമുള്ളതായിരിക്കണം, വ്യക്തതയുള്ളതായിരിക്കണം. നമ്മളെ കാര്യം കേട്ടിട്ട് ഒരാൾ ചെയ്യുമ്പോൾ അത് അങ്ങനല്ല ഞാൻ ഉദ്ദേശിച്ചത്, സംഭവം ഞാൻ പറഞ്ഞതൊക്കെ എങ്ങനെയാണെങ്കിൽ ഉദ്ദേശിച്ചത് അങ്ങനല്ല എന്നല്ല. അങ്ങനെ ചില ആളുകളുണ്ട്, ഞാൻ ഉദ്ദേശിച്ചത് വേറെ ഇരുന്നു എന്ന് പറയും. ഉദ്ദേശം മനസ്സിൽ വെച്ചിട്ട് പറയുന്നതൊന്നാകരുത് നമ്മളുടെ വാക്കുകൾ. നമ്മുടെ വാക്കുകൾ ക്ലിയർ ആയിരിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ വാക്കുകൾ അപ്രകാരമായിരുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തേത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആഹാരത്തെ, ഭക്ഷണത്തെ ഒരിക്കലും കുറ്റം പറഞ്ഞിരുന്നില്ല. ഒരിക്കലും കുറ്റം പറഞ്ഞിരുന്നില്ല. അവിടെ നമ്മളെ ദേഷ്യങ്ങൾ, ഒരു മുടിയൊക്കെ കിട്ടുമ്പോൾ എന്തൊക്കെ ഉണ്ടാവേണ്ടത് എന്നുള്ള ഒക്കെ നമ്മൾ ആലോചിക്കുന്നത്, നമ്മളെ പ്രകൃതി എങ്ങനെ ആയിരിക്കും എന്നാണ്. അവിടുന്ന് അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല മാ ഖാബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തആമൻ ഖത്തുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഭക്ഷണത്തെ എന്ത് ചെയ്തിട്ടില്ല, ആക്ഷേപിച്ചിട്ടില്ല എന്നാണ്. അള്ളാഹിൻ്റെ റസൂലിന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, തിന്നും, ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, അത് ഒഴിവാക്കും. ഇന്ന് ഇതാ ഇവിടെ ഉണ്ടാക്കിക്കണമെന്നുള്ളൊരു ചോദ്യമൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ഒരിക്കലും ചോദിക്കൂല. അവനക്ക് ഇഷ്ടമുള്ളതാണോ തിന്നും, ഇല്ലെങ്കിൽ മാറ്റിവെക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് അത്തരം രംഗങ്ങളിൽ ഭക്ഷണത്തെ കുറ്റം പറയുന്ന, അതിനെ മോശമായി ചിത്രീകരിക്കുന്ന പ്രവണതകളൊന്നും എന്ത് ചെയ്യരുത്, ഉണ്ടാവരുത് എന്നുള്ളതാണ്.
അവിടെ നമ്മൾ എന്ത് ചെയ്യും, ചിലതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും ഇങ്ങനെ മുടി ഇട്ടുമ്പോഴൊക്കെ എന്ത് ചെയ്യേണ്ടി വരും, പറയേണ്ടി വരും. അത് കുറ്റപ്പെടുത്തിയിട്ടാണ്. ചില ഹിക്മത്ത് പ്രയോഗിച്ചാൽ മതി. അത് എടുത്തെടുത്തത് ഈ സാധനം വെന്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്കൊരു മനസ്സമാധാനമായി, ഇന്നവർക്ക് തിരിയേണ്ടത് തിരിയും ചെയ്ത് അങ്ങനെയൊക്കെ ഹിക്മത്തോടു കൂടി എന്ത് ചെയ്യാം, പ്രയോഗിക്കാന്നല്ലാതെ ഇതിന് കാണുമ്പോഴത്തേനും എടുത്ത് ചാടി ചൂടായി ആകെ പ്രശ്നമായി, ക്ലാസ് 4 തട്ടി ഇതൊന്നും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതത്തിലില്ലാത്തതാണ്. അതുകൊണ്ട് ഈ നിലക്ക് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് പ്രവാചകനിൽ ഉത്തമമായ മാതൃകയുണ്ട് എന്ന് വെറുതെ പറഞ്ഞതല്ല. ഈ നിലക്ക് എല്ലാ നിലക്കും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ മാതൃകയുണ്ട്. നല്ല ഭർത്താവാകണോ, അള്ളാഹിൻ്റെ റസൂലിനെ കുറിച്ച് പഠിച്ചാൽ മതി. നല്ല നേതാവാകണോ, റസൂലിനെ കുറിച്ച് പഠിച്ചാൽ മതി. നല്ല ഉപ്പയാകണോ, റസൂലിനെ കുറിച്ച് പഠിച്ചാൽ മതി. നല്ലൊരു അയൽവാസിയാകണോ, റസൂലിനെ കുറിച്ച് പഠിച്ചാൽ മതി. അതേപോലെ തന്നെ നല്ല അധ്യാപകനാകണോ, നല്ല കച്ചവടക്കാരനാകണോ, നിങ്ങൾക്ക് എന്താകണം, അള്ളാഹിൻ്റെ റസൂലിനെ കുറിച്ച് പഠിച്ചാൽ മതി, നമുക്കാകാൻ പറ്റും. അതുകൊണ്ട് ആ നിലക്ക് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അറിയാനും പഠിക്കാനും അനുധാവനം ചെയ്യാനും അവിടുന്ന് വിരോധിച്ച കാര്യങ്ങൾ പൂർണ്ണമായി ജീവിതത്തിൽ നിന്ന് മാറ്റിവെച്ചുകൊണ്ട് പ്രവാചകനെ ആത്മാർത്ഥമായി സ്വജീവിതത്തെക്കാൾ സ്വന്തം ശരീരത്തെക്കാൾ സ്നേഹിച്ചുകൊണ്ട് അനുധാവനം ചെയ്യാനും നമ്മൾ പരിശ്രമിക്കുക. അത്തരം വിശ്വാസികളിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ അള്ളാഹുവെ, മരിക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണമേ അല്ലാഹ്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا وأجر والدنا من النار. رب ارحمهما كما ربونا صغارا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين. والله تعالى أعلم. والسلام عليكم ورحمة الله وبركاته.